നിന്നിലേക്ക് മാത്രം ഭാഗം 9. ആകെ നനഞ്ഞ് കുളിച്ചു വരുന്നവനെ കണ്ട് എല്ലാവരും ഒന്ന് അമ്പരപ്പോടെ നോക്കി. എന്തു പറ്റി മോനെ? മുത്തശ്ശനും മുത്തശ്ശിയും ആകുലതയോടെ ചോദിക്കുമ്പോൾ ബാക്കിയുള്ളവരും ഉത്തരമറിയാനായി അവനെ തന്നെ ശ്രദ്ധിച്ചു. സുഭദ്ര അവനടുത്തേക്ക് വന്നു. നത്തിങ്. അവിടെ കുളം കണ്ടപ്പോൾ പെട്ടെന്ന് ഒന്ന് ചാടാൻ തോന്നിയിട്ടുണ്ടാവും അല്ലേ? അവൻ പറഞ്ഞു തീരും മുമ്പ് രേവതി കളി പോലെ ചോദിച്ചു. എല്ലാവരും അതിന് ചിരിച്ചു. കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ? സുഭദ്ര ചോദിച്ചപ്പോൾ അവൻ ഷർട്ട് നന്നാക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു. ഇല്ല, വീട്ടിലേക്ക് പോയാലോ? എല്ലാവരും പോകാനായി തയ്യാറായി. പോകുന്നതിനിടയിലും കുളത്തിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്ന ലൂയിസിനെ സുഭദ്രയും പ്രണവും ശ്രദ്ധിച്ചു. നോക്കി നിൽക്കാതെ പോയി എന്തെങ്കിലും എടുത്തിട്ട് വാ നന്ദു, എനിക്ക് ആകെ തണുക്കണം. ലൂയിസ് പോയ വഴിയെ നോക്കിക്കൊണ്ട് എന്തോ ആലോചിച്ചു നിന്ന നന്ദുവിനോട് വൈഗ അലറി. അപ്പോൾ മാത്രമാണ് വൈഗ കുളത്തിൽ നിന്നും കയറി തൻ്റെ അരികത്താണ് നിൽക്കുന്നത് എന്ന് നന്ദു കണ്ടത്. ഇപ്പോൾ കൊണ്ടുവരാം. നന്ദു പോയതും കൂടെ ഉണ്ടായിരുന്ന അമ്മക്കുട്ടി വൈഗയോട് ചോദിച്ചു. ആ ചേട്ടൻ എന്തിനാ വൈഗ ചേച്ചിക്കൊപ്പം കുളത്തിൽ കുളിക്കാനിറങ്ങിയത്? അമ്മുവിൻ്റെ വായിൽ നിന്നും വന്ന ചോദ്യം കേട്ട് വൈഗ ഞെട്ടി അവളെ തിരിഞ്ഞു നോക്കി. കുളിക്കാനോ? അവൾ അറിയാതെ ചോദിച്ചു പോയി. അതെ, നിങ്ങൾ രണ്ടുപേരും കുളിക്കുകയായിരുന്നില്ലേ ഇവിടെ? ദേവി, ഈ കുരിപ്പ് എന്തൊക്കെയായി പറയുന്നേ? ഇതെങ്ങാനും വേറെ ആരെങ്കിലും കേട്ടാൽ വൈഗ ടെൻഷനോട് ചുറ്റും നോക്കി. പെട്ടെന്നാണ് അവൾക്കൊരാശയം തോന്നിയത്. അതുണ്ടല്ലോ അമ്മൂട്ടി, ഞാൻ നോക്കുമ്പോൾ ആ ചേട്ടൻ കുളത്തിൽ താമരയൊക്കെ പറിച്ചെടുക്കുന്നു. ദേവിക്ക് കൊടുക്കാനുള്ളതല്ലേ താമര? അതേപോലെ എൻ്റെ അമ്മക്കുട്ടിക്കും താമരപ്പൂ ഒരുപാട് ഇഷ്ടമല്ലേ? അപ്പോൾ ആ ചേട്ടൻ പറയുകയാണ് ഒരു അമ്മൂട്ടിക്കും കൊടുക്കില്ല എന്ന്. എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ ആ ചേട്ടനെ വെള്ളത്തിൽ തള്ളിയിട്ടു. അപ്പോൾ ആ ചേട്ടനും എന്നെ വെള്ളത്തിലേക്ക് വലിച്ചിട്ടു. അങ്ങനെയാണ് ഞങ്ങൾ നനഞ്ഞത്, അല്ലാതെ കുളിച്ചതല്ല. അപ്പോൾ ചേച്ചിയെ പേടിച്ചിട്ടാണോ ആ ചേട്ടൻ പൂവൊന്നും കൊണ്ടുപോകാതെ പോയത്? പിന്നല്ല. അത് കേട്ട അമ്മൂട്ടിക്ക് സന്തോഷമായി. നീ കാത്തു ദേവി. വണ്ടി അമ്പലമുറ്റത്ത് നിന്നും തിരിക്കുന്നതിന് മുൻപ് കുളപ്പടവിൽ നിന്നും വരുന്ന നന്ദനയെ പ്രണവ് കണ്ടിരുന്നു. ഇവളായിരുന്നു ഇതിനകത്ത്. പ്രണവ് പുച്ഛത്തോടെ തറവാട്ടിലേക്ക് തിരിച്ചു. രണ്ടാമതായി കാറ് തിരിച്ച് ലൂയിസ് കാണുന്നുണ്ടായിരുന്നു കയ്യിലൊരു തുണിയുമായി പോകുന്ന നന്ദുവിനെ. എന്നാ പിടി. വൈഗക്ക് നേരെ കയ്യിലെ സെറ്റും കൊണ്ട് നീട്ടിക്കൊണ്ട് നന്ദു പറഞ്ഞു. നന്ദു ചേച്ചി. വന്ന ചേട്ടനെ താമരക്കള്ളനാ. കുളത്തിൽ താമര പറിക്കാൻ നോക്കിയപ്പോൾ വൈഗ ചേച്ചി കുളത്തിൽ തള്ളിയിട്ടതാ. നന്ദു വൈഗയെ നോക്കിയപ്പോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ അവൾ ഡ്രസ്സ് മാറുന്നു. ആർക്കറിയാം മമ്മൂട്ടി, താമര തന്നെയാണോ ചേട്ടൻ മോഷ്ടിച്ചതെന്ന്? അവളെ ഒന്നിടം കണ്ണിട്ട് നോക്കി നന്ദു പറഞ്ഞു. അമ്മു, സ്കൂളിൽ പോകണ്ടേ നിനക്ക്? ചെല്ലട്ടോ. വൈഗ അമ്മുവിനെ പറഞ്ഞു വിട്ടു. എന്താടി ഇവിടെ ഉണ്ടായത്? ആക്കിയ രീതിയിൽ വൈഗയോട് ചോദിച്ചതും ഉണ്ടായതൊക്കെ അവൾ പറഞ്ഞു. ആ ചേട്ടൻ വന്നത് കൊട്ടിലകത്തുകാരുടെ കാറിലാണ്. കൊട്ടിലകത്തുകാരോ? വിശ്വാസം പകരാതെ വൈഗ നന്ദുവിനെ നോക്കി. അതെ, ആരാണെന്നൊന്നും അറിയില്ല. എന്നാലും ഇത്രയും വലിയൊരു സീൻ ഇവിടെ ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ ദേവി. അതിന് നീ അറിയാനും മാത്രം ഇവിടെ ഒന്നും നടന്നിട്ടില്ല. വൈഗ ദേഷ്യത്തോടെ കയ്യിലെ ഈറൻ തുണിയെടുത്ത് മുന്നോട്ട് നടന്നു. പോവല്ലേടാ, ഞാനും വരാം. നന്ദുവും അവൾക്ക് പിന്നാലെ പാഞ്ഞു. തറവാട്ടിൽ അവരുടെ കാറുകൾ എത്തിയപ്പോൾ മറ്റാരൊക്കെയോ കൂടി വന്നിട്ടുണ്ടെന്ന് ലൂയിസിന് മനസ്സിലായി. അഭിനവും ജിതിനുമൊക്കെയായിരുന്നു അത്. സുഭദ്രയും ലൂയിസും വളരെ മര്യാദയോടാണ് അവരോട് പെരുമാറിയത്. ഒരാൾ കൂടി വന്നിട്ടുണ്ട്, എൻ്റെ മകൾ മീര, ബലരാമൻ പറഞ്ഞു. അപ്പോഴേക്കും മുകളിൽ നിന്നും ഒരു പെൺകുട്ടി താഴേക്ക് ഇറങ്ങുന്നു. വെളുത്ത മെലിഞ്ഞ് അത്യാവശ്യത്തിന് പൊക്കമുള്ളൊരു പെൺകുട്ടി. ഒരു ജീൻസും ടോപ്പുമാണ് വേഷം. അവളുടെ നോട്ടം മുഴുവൻ അവൻ്റെ ശരീരത്തിൽ തന്നെയായിരുന്നു. ഹായ്, ഞാൻ മീര. മറ്റേതോ ലോകത്തെന്ന പോലെ അവൾ അവന് കൈകൾ നീട്ടി. ലൂയിസ് ജിതാൻ ബെഞ്ചമിൻ. അവനും അവൾക്ക് കൈകൾ നീട്ടി. തുടരും.